ആദ്യം ശ്രീ ജി വി ഹരി വീണ്ടും ആവർത്തിക്കുകയാണ് BJP UDF ഡീൽ എന്നുള്ള കാര്യം. അതായത് UDF അതിന് മറുപടി പറയേണ്ടത് BJP ജയിച്ച മണ്ഡലങ്ങളിൽ UDF വോട്ട് മറിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. നമുക്ക് ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഈ പ്രതിക്രിയാവാദികളും അതോടൊപ്പം തന്നെ വേറെ ചില വാദികളും ഒക്കെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നത്തിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു പത്രസമ്മേളനമായിപ്പോയി ഇന്നത്തേത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഞാൻ കണക്ക് മാത്രം പറയാം ഈ വിഷയത്തിൽ. നമുക്ക് നിയമത്തെ കാര്യം തുടങ്ങാം. നിയമത്ത് നിലവിലുള്ള കണക്കിൽ 2016 BJPക്ക് 67,813 വോട്ടാണ് അവിടെ കിട്ടിയത്. 2021 51,888 വോട്ടും 2026 57,192 വോട്ടുമാണ് BJPക്ക് അവിടെ ലഭിച്ചത്. LDFന് അവിടെ കിട്ടിയത് 59,142 2016, 21 55,837, 2027 52,214. ഇതാണ് അവിടുത്തെ അവസ്ഥ. 3,500 വോട്ട് കുറഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി UDFൻ്റെ കാര്യം എടുക്കുക. ഞങ്ങൾ അവിടെ 3-ാം സ്ഥാനത്താണ്. ഈ BJP ജയിച്ച 3 സ്ഥലത്ത് ഞങ്ങൾ പുറകിലാണ്, 3-ാം സ്ഥാനത്താണ്. 13,860 വോട്ട് ആയിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അത് 36,524 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. കെ മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോൾ. ശബരിനാഥ് വന്നപ്പോൾ അത് 29,730 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമത്ത് അല്ലെങ്കിലും ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. ഇനി ബാക്കി 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചാത്തന്നൂരിൽ 11,771 വോട്ട് LDFന് വന്നിട്ടുണ്ട്. 11,770. ഞങ്ങൾ കുറഞ്ഞത് വെറും 996 വോട്ടാണ്. അവിടെ BJP തോന്നുന്നത് UDFന് കുറച്ച് വോട്ട് കൂടുകയല്ലേ ചെയ്തത്? അതായത് കുറയല്ല, കൂടുകയാണ്. 996 വോട്ട് കൂടി. 35,276 വോട്ടാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ 34,280 വോട്ടാണ് നമുക്കുണ്ടായിരുന്നത്. ഇനി കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ മന്ത്രിയായിരുന്ന MLA ആയിരുന്ന അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ LDFന് 2021 63,690 വോട്ടും 2026 46,136 വോട്ട്, 17,554 വോട്ടിൻ്റെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. UDFന് 32,995 വോട്ടായിരുന്നു. അത് ഇത്തവണ 37,180, അതായത് 4,188 വോട്ട് കൂടി. 6,371 വോട്ടിന് ഇത്തവണ BJP അവിടെ ജയിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 3 കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു അന്തർധാര? അപ്പം ഞങ്ങളിത് നേരത്തെ പറഞ്ഞു, അവർക്ക് ഇപ്പോഴാണത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകൾ സംസാരിക്കുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അപഹാസ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മഞ്ജുഷേ, ഇത്തരത്തിലൊന്നും ആയിരിക്കില്ല. അവർ തോറ്റതെന്തോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുവാൻ മടിക്കുന്നു. അതുകൊണ്ട് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിനാ ഞാൻ ചോദിക്കുന്നത്, ഈ 35 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന LDF എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യം? കേരളത്തിലെ ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വില കൂടി പോകുന്നൊരവസ്ഥയാണ്. ശരി, ശ്രീ M ജയേന്ദ്രൻ, ചിരിക്ക് വക നൽകുന്ന ഒന്നായിരുന്നു ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എന്നുള്ളത്. ഒരു വേള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കേണ്ടി വന്നു മലയാളത്തിൽ പറയുക എന്ന്. കാരണം അദ്ദേഹം എല്ലാം പറഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുന്നില്ല. ശരിക്കും ഇത് ആത്മപരിശോധന തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, വീഴ്ച പറ്റി, അത് തുറന്ന് സമ്മതിക്കണം. അത് ഈ പറയുന്നുണ്ട്, മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല പാർട്ടിക്ക് എന്നുള്ള കാര്യം. പാർട്ടി സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞില്ല ഈ തോൽവി മുൻകൂട്ടി കാണാൻ എന്ന്. അവസാന നിമിഷം വരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എല്ലാ പാർട്ടികൾക്കും ഉള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പറയുന്നത് വ്യാജ പ്രചാരണങ്ങൾ നടന്നു, അതിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുകയായിരുന്നുവെന്ന്. അപ്പോൾ ജനബോധത്തെ അവിടെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആത്മപരിശോധന തന്നെയാണോ ഈ നടത്തിയിട്ടുള്ളത്? പിന്നെ ഈ ഡീലിന്റെ കാര്യം അത് പുച്ഛിച്ച് തള്ളുവാനേ കഴിയുകയുള്ളൂ. അതെ, ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ ജി വി ഹരി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രതികരണം ഉണ്ട് മഞ്ജുഷേ. അത് ഈ 1ഉം 2ഉം UPA സർക്കാരുകൾക്ക് ശേഷം 2014 കോൺഗ്രസ് പാർലമെന്റിലേക്ക് തോൽക്കുമ്പോൾ 2014 കിട്ടിയത് 44 സീറ്റാണ്. 2019 കിട്ടിയത് 52 സീറ്റാണ്. 2025 ആദ്യം ജയിച്ചപ്പോൾ 100 സീറ്റും പിന്നീട് 2 സീറ്റ് ബൈ ഇലക്ഷനിലൂടെ കിട്ടി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഹരി, 2014 2019 2024 എന്താണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം എന്ന് പഠിക്കാൻ നിങ്ങളുടെ നേതൃത്വം AICC എന്തെങ്കിലും ഒരു ചെറിയ പരിശ്രമം പോലും നടത്തിയിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.